ഈ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ഹ്യൂമിലിറ്റി കൊണ്ടാണ് സംസാരിക്കുന്നത്. ബോസ്, നിങ്ങൾ ഇരുന്നിട്ട് ഈ പേഴ്സണലി ഇത്രയും സ്ക്രൂ ചെയ്യാനുള്ള നിങ്ങൾക്ക് കാരണം എന്താ? നിങ്ങളിപ്പോ പറയുന്നത് ഞാൻ ഈ സിനിമ ഓൾറെഡി സ്പോക്കൺ, ലെറ്റ് മീ സ്പീക്ക്. ഞാൻ ഈ സിനിമ ചെയ്ത് വിശ്വാസം വിറ്റ് അയ്യപ്പനെ വിറ്റ് പൈസ ഉണ്ടാക്കാനാണ്, അല്ലെ? ഇതാണ് നിങ്ങൾ പറഞ്ഞത്. ഭക്തി ഭക്തി വിറ്റിട്ട് ഞാൻ പൈസ ഉണ്ടാക്കും. ഞാൻ എങ്ങനെ പൈസ ഉണ്ടാക്കും? അപ്പൊ ഞാൻ ഈ പടത്തിലെ ആരാണ്? പൈസ ഉണ്ടാക്കിയെന്നല്ല, ഭക്തിയാണ് ഈ പടത്തിന്റെ പ്രൊമോഷൻ എന്നാണ് പറഞ്ഞത്. ഭക്തിയാണ് പ്രൊമോഷൻ. എനിക്ക് എനിക്ക് തോന്നിയതാ എന്ന സിനിമ ചെയ്തു. ആ സിനിമയുടെ കോൺസെപ്റ്റില് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് അയ്യപ്പ സ്വാമിയാണ്, നാളെയപ്പുറം എന്നൊരു കുഞ്ഞിന്റെ കഥയാണ്, അല്ലേ? ഞാൻ ഏത് പോയിന്റിലാണ് ഞാൻ ഇതിനെ വിൽക്കാൻ നോക്കിയത്? ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇൻസിഡന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു കുട്ടീനെ മടിയിൽ വെച്ചിട്ട് ഒരാള് മാൻലി ആയിട്ട് സംസാരിക്കാൻ നീ പറഞ്ഞില്ലേ? ഞാൻ എന്ന് മാൻലി ആയിട്ടാ നീ എന്നോട് പറഞ്ഞതെന്താ? എന്റെ സംസാരിക്കണം പൊന്നു ബ്രോ. തെറി വിളിച്ചു എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും സംഭവിക്കും? ഞാൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾ കേട്ടിട്ട് ഉരുട്ട് കളിക്കരുത്. എനിക്ക് ഞാൻ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരാണ് പറയാൻ പോണേ. ഐ ഹാവ് ലിസൺഡ് ഇനഫ്, ലെറ്റ് മീ സ്പീക്ക് ഓൾസോ. ഞാനും അവിടുന്ന് ഇങ്ങോട്ട് തെറി വിളിച്ചിട്ട് താ സിനിമാ നടനാന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്റെ അമ്മ തന്നെ വളർത്തിയ രീതി മോശമാണെന്ന് പറഞ്ഞോ? ഞാൻ തന്റെ അമ്മ തന്നെ വളർത്തിയ രീതി മോശമാണെന്ന് പറഞ്ഞോ? ആ കൊച്ച് ഒരു സിനിമയിൽ അഭിനയിച്ച ആ കൊച്ച് ആദ്യമായിട്ട് അവളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. ഒരു കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പറഞ്ഞാൽ എനിക്ക് എന്തിനാ കുഴപ്പം? ഞാൻ ആ കുട്ടിയെ പറഞ്ഞു. മറ്റുള്ളവർ പറയുന്ന പോലെ ഞാൻ കേട്ടിരിക്കുന്നതാണോ? താൻ എന്ത് വേണമെങ്കിലും പറഞ്ഞു. നിനക്ക് മാൻലി ടോക്ക് എന്ന് പറഞ്ഞില്ലേ? മാൻലി ടോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ എനിക്കും അറിയാം പടി. ഓക്കെ, എന്റെ വീട് മലപ്പുറം കോൾമണ്ണ. എന്നാ വാ, നേരിട്ട് വാ. അയ്യോ എടാ മോനെ, ഞാൻ ഇത് വിറ്റ് ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിലും ഉഷാറായിട്ട് ജീവിക്കാൻ എനിക്കറിയാം. എടാ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കുന്നടാ. ഉണ്ണിമുകുന്ദനാണോ മോനെ എനിക്ക് കാശ് തരുന്നത് വീഡിയോ ഇടാൻ വേണ്ടിട്ട്? പിന്നെ എന്തോ ഒലക്കൊക്കെയാണോ സിനിമ ഉണ്ടാക്കണേ? നാട്ടുകാർ കാണാനും നാട്ടുകാരെ വിമർശനം വരാനും. ഒരു സിനിമയ്ക്ക് വിമർശനം വന്നപ്പോ ഇത്രത്തോളം ചൊറിച്ചില്ല. താ ചുമ്മാ കടന്ന് ഒച്ച ഉണ്ടാക്കിയിട്ട് 10 തെറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ആരോടോ പേഴ്സണൽ പോയേ? താനെന്തിനാ മനസ്സിലായിട്ടിരിക്കുന്നത്? ഞാൻ എവിടെ വീട്ടുകാരെ പറഞ്ഞു? ഞാൻ കൊച്ചിനെ പറഞ്ഞു. ഞാൻ ആ കൊച്ചിനെ എവിടെയാ പറഞ്ഞേ? ഞാൻ ആകെ ഒറ്റ സ്റ്റേറ്റ്മെന്റാ പറഞ്ഞേ. ആ കുട്ടി ഞാനും 90s പയ്യൻ തന്നെയാ. ഞാൻ 2000 പയ്യനൊന്നും അല്ല. പൊന്നു മോനെ ഉണ്ണി, എനിക്കും വിളിക്കാൻ അറിയാം, മനസ്സിലായ? ഇത് വിളിക്കാൻ എനിക്കും അറിയാം. ചുമ്മാ ഇതിന്റെ ഇടയിൽ ആൾക്കാരുണ്ടാക്കുന്ന കോണ്ടന്റ് വെച്ചിട്ട് നീ പൈസ ഉണ്ടാക്കുന്നു. നീ നമ്മുടെ കഞ്ഞിയിൽ വാക്കിട്ടിട്ട് മറ്റേ ഉണ്ടാക്കണ്ട. എടാ പൊന്നു മോനെ, നിന്റെ സിനിമയുടെ പേരിൽ മൂന്ന് വീഡിയോ ഞാൻ ചെയ്ത. നീ ഏത് ജിമ്മിൽ? അല്ലെങ്കിൽ നീ നാട് പറ. മലപ്പുറം. നിനക്ക് മാൻലി ടോക്ക് വേണല്ലോ? എന്നാ വാ, എവിടെ സ്ഥലം പറഞ്ഞോ, ഞാൻ വരാം. എനിക്ക് എനിക്ക് എന്നെ തപ്പി പിടിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. വളരെ ഈസിയാണ്. യു ക്യാൻ കം ഡൗൺ. എന്നാ വാ, മലപ്പുറം. നീ അഡ്രസ് കോൽമണ്ണ. പിന്നെ വേണമെങ്കിൽ എഴുതിയെടുത്തോ, വാട്സപ്പ് ചെയ്താൽ. ഞാനെന്താ മറ്റേ നിന്റെ പി അല്ലേ? അപ്പൊ പിന്നെ നീ അത് പറയണം. ഞാൻ മലപ്പുറം കോൽമണ്ണ. എന്താ പ്രശ്നം വന്നോ? അപ്പൊ നീയല്ലേ പറഞ്ഞ ഞാൻ അങ്ങോട്ട് വരാന്ന്? ഇപ്പൊ ഇങ്ങോട്ട് വരാന്ന്. പിന്നെ എന്റേതാണ് ആവശ്യം, നിന്റെ അല്ല ആവശ്യം. अबे यार चुप कर दे. तेरा ऐसा गालियां मत देना मुझे यार. तेरा औकात अभी दिख रहा है. अभी तेरा औकात दिख रहा है. अभी तेरा औकात अभी दिख रहा है. जो गाली दे रहा है ना, वो मर्द वाला नहीं है. जो मर्द वाला बात नहीं है भैया, समझ ले. ये मर्द वाला बात नहीं है. എനിക്കൊരു സിനിമാ നടനോട് ഒരു റെസ്പെക്ട് ഉണ്ട്. ഓക്കെ അതായിക്കോട്ടെ. എന്റെ വീട്ടിൽ 12 പട്ടികളുണ്ട്.
ഞാൻ നിന്റെ അച്ഛനമ്മേനെ വിളിച്ച ഞാൻ നിന്റെ അച്ഛനമ്മേനെ വിളിച്ച ഞാൻ നുണ പറയരുത് കാശുണ്ടാക്കി നുണ പറയരുത് അങ്ങോട്ട് പറഞ്ഞപ്പോൾ എനിക്ക് പ്രശ്നമില്ല. നുണ പറയരുത് മര്യാദക്ക് സംസാരിച്ചാൽ മര്യാദക്ക് സംസാരിക്കൂടാ എന്താണ് മൈര? മര്യാദക്ക് സംസാരിച്ചാൽ മര്യാദക്ക് സംസാരിക്കും നീ എന്ത് ചെയ്യും? മര്യാദക്ക് സംസാരിച്ചാൽ മര്യാദക്ക് സംസാരിക്കും നീ കൂടിപ്പോയി ഇനി ഒരു വീഡിയോ ഉണ്ടാക്കും. നീ എന്ത് ചെയ്യുവാ? എടാ ഞാനൊരു വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞു ഇതൊക്കെ വെച്ചൊരു വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ നീ കുടുങ്ങിയില്ലേ നീ പൈസ ഉണ്ടാക്കും. നീ കൂടുതൽ എന്ത് ചെയ്യും? എടാ നീ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഫുള്ള് ഞാൻ വീഡിയോ ആക്കിയാൽ നീ എന്ത് ചെയ്യും നീ എന്തിവിടെ മൈര? എടാ, ഈ നമ്പർ ഉണ്ട്, ഞാൻ ഈ നാട്ടിലുണ്ട്, നിനക്ക് എന്ത് വേണമെങ്കിലാവാം. എടാ മോനെ ഈ ഒരൊറ്റ കോള് ഈ ഒരു കോള് നിന്റേത് ഏറെ പോയ നിന്റെ അവസ്ഥ എന്താ ഒരു അവസ്ഥ നീ ധൈര്യമാക്കിട്ടോ. ഞാൻ ഉണ്ണിമൂന്നനാണ്, ഒരു കുഴപ്പമില്ല. നിന്നെ പോലെ ഒരുത്തന്നെ ഞാൻ നേരിട്ട് നിനക്ക് കാണാൻ വരും. നീ മാക്സിമം ചെയ്യാൻ പോകുന്നെന്താ? നീ ഓൺലൈനിൽ ഇടും, അതല്ലേ? എടാ ഓൺലൈനിൽ ഇട്ട് കഴിഞ്ഞാലും ഈ നാട്ടിലുള്ളവരെന്ത് ചെയ്യും ഭക്തിക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞത് എന്നെ തെറിവിളിക്കും ഞാൻ നന്നായിട്ട് അത്രയായിട്ട് തെറി വിളിച്ചു നാട്ടുകാർ അറിയും. അത്രയും തന്നെ. അതാണ് എന്താ ഉണ്ടാവുക ഞാൻ പറഞ്ഞതാ ഇതൊരു ടാക്ടിക്സാ അതായത് ഭക്തിക്കെതിരെ പറഞ്ഞ ഒരാളെ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് നാളെ ഹീറോ ആവാം എടാ എന്റെ പൊന്നു ചേട്ടാ, നീ ഭക്തിക്ക് അതല്ല, നീ എന്താണെന്നും ഞാൻ എന്ത് ചെയ്തു എന്ന് എല്ലാവർക്കും അറിയാം. എടാ അളിയ നിനക്ക് അറിയുന്നുണ്ടെങ്കിൽ നിനക്ക് എന്താ പ്രശ്നം ഞാനിനെ പച്ചയ്ക്ക് തെറി വിളിച്ചതെന്ന് ആ വെച്ചോ. ഓക്കെ ഓക്കെ, നിന്നെ തെറി വിളിച്ചതിന് പേരിൽ എന്നെ ആരും ഒന്നും പറയാൻ പോയില്ല. പറഞ്ഞാൽ ഞങ്ങൾ സഹിച്ചു. കേട്ടോ അതിന്റെ മോനെ? ആണാ സഹിച്ചാ ആ സഹിച്ചു. നീ ഇട്ടോ നീ ഇത് വെച്ച് കാശുണ്ടാക്കി ജീവിക്കും. നിന്നെ പോലെ തേർഡ് റേറ്റ് യൂട്യൂബേഴ്സിനെ സഹിക്കാനൊന്നും ഞാനില്ല. കേട്ടോ? പിന്നെ എന്തിനാണ് തേർഡ് റേറ്റ് യൂട്യൂബേഴ്സിന്റെ അടുത്ത് പോയി സിനിമ പ്രൊമോട്ട് ചെയ്യുന്നത് ഏത് യൂട്യൂബേഴ്സിന്റെ നീ ഇഷ്ടംപോലെ ചാനലുകളുടെ ഇഷ്ടംപോലെ ചാനലുകളുടെ മുന്നിലെടുത്ത് പോയിട്ട് നീ വന്നിട്ടില്ലേ നീ എല്ലാരും യൂട്യൂബേഴ്സ് പറയാൻ പാടില്ല നീ അല്ലാതെ എല്ലാവരും തേർഡ് റേറ്റ് ആണോ? എടാ നീ യൂട്യൂബേഴ്സ് എന്നാ പറഞ്ഞ യൂട്യൂബർ എന്ന് പറ തേർഡ് റേറ്റ് യൂട്യൂബർ ആയ ഓക്കെ അങ്ങനെ പറ അങ്ങനെ നിനക്ക് തെറി മൊത്തം നിനക്കാണ്. അങ്ങനെ പറ മൊത്തം നിനക്കാണ്. ഇന്നെന്താ മൊത്തം യൂട്യൂബേഴ്സ് എന്ന് പറയല്ലേ എടാ നീ എപ്പോഴെങ്കിലും കൈ കിട്ടൂലോ. എന്റെ പൊന്നളിയെ ഞാൻ മലപ്പുറത്തുണ്ട് പോര് എന്താണ് നിനക്ക് എന്ത് ഏറിപ്പോയ കൊല്ലു അതല്ലേ അയ്യോ ഞാൻ നിന്നെ കൊല്ലാന്ന് തോന്നിയപ്പോ നീ അത്രയ്ക്ക് ഇല്ലപ്പാ. അപ്പൊ പിന്നെന്താ അല്ലെങ്കിൽ തല്ലു നിനക്കിപ്പോ വേണ്ടെന്ന് അറിയോ? എനിക്ക് നിന്നെ നല്ല തെറി പറയണം. നേരത്തെ പറഞ്ഞു എന്റെ പൊന്നളിയാ എനിക്ക് ഞാൻ നിന്നോട് ഒരു പേഴ്സണലും അല്ല മകനെ ഞാൻ ഒരു പേഴ്സണലും അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഡോണ്ട് ഡു ദിസ്, ഓക്കെ? അപ്പൊ നിക്ക് വെയിറ്റ് ഒരു സെക്കൻഡ് നിക്ക് ഒറ്റ സെക്കൻഡ് അല്ല ഇനി പറയുന്നത് കേക്കളിയാ നീ പറയുന്നത് കേക്ക് ഒരു ആവശ്യമില്ലാതെ ഞാൻ ഭക്തി വെച്ച് ജീവിക്കുന്നു. എന്റെ കൂടെ എനിക്ക് എന്റെ പോയിന്റ് പറഞ്ഞൂടെ കൊച്ചിന് ആര് തെറി പറഞ്ഞു നീയാണ് തെറി പറയുന്നത് ഇപ്പോ നീയാണ് പറയണേ എന്റെ 3 വീഡിയോ എടുത്തിട്ട് ഞാൻ ആ കൊച്ചിനെ തെറി പറഞ്ഞോ നിന്റെ വീട്ടുകാരെ തെറി പറഞ്ഞോ നീ ഒന്ന് കാണിച്ചതാ ഞാൻ യൂട്യൂബ് ചാനൽ ഞാൻ ഇട്ടിട്ട് പോകും